എല്ലാ ദിവസവും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുന്നതിന്റെ മുമ്പ് 7 സൂറത്ത് ഓതുന്ന പതിവുണ്ട്. കാന യഖ്റഉൽ മുസബ്ബിഹാത്തി ഖബല അൻ യർഖുദ. ഉറങ്ങുന്നതിന്റെ മുമ്പ് 7 സൂറത്ത് ഓതും. അത് നമ്മൾ ഓതുന്ന സാധാരണ പതിവിൽ ഓതുന്ന സൂറത്തുകളും അതിലുണ്ട്, അല്ലാത്തതുണ്ട്. മുസബ്ബിഹാത്താണ്. മുസബ്ബിഹാത്ത് എന്ന് പറഞ്ഞാൽ സുബ്ഹാന, സബ്ബഹ, യുസബ്ബിഹു, സബ്ബിഹ്, അങ്ങനെ വരുന്ന സൂറത്തുകൾ ഖുർആനിൽ 7 എണ്ണമാണ്. അതെല്ലാ ദിവസവും പതിവായിട്ട് ഉറങ്ങുന്നതിന്റെ മുമ്പ് തങ്ങൾ ഓതാറുണ്ട്. ഇമാം അബൂദാവൂദ്, ഇമാം തുർമുദി തുടങ്ങിയ മഹാന്മാരൊക്കെ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തതായി കാണും. എന്നിട്ട് അതിന്റെ മഹത്വം തങ്ങൾ പറഞ്ഞു. ആ 7 സൂറത്തിലുള്ള മഹത്വം അത് ഏത് സൂറത്തിലാണെന്ന് പറയാൻ കഴിയില്ല. 7 ഓതിയാൽ കിട്ടും. അങ്ങനെ ഉണ്ടല്ലോ ചില കാര്യങ്ങൾ അവ്യക്തമാക്കി വെക്കുന്നത് നമ്മുടെ വിജയത്തിലാണ്. നമ്മൾ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ മടിയന്മാരാണെങ്കിൽ കിട്ടൂല, നമ്മൾ പരിശ്രമമുള്ളവരാണെങ്കിൽ കിട്ടും. ലൈലത്തുൽ ഖദർ പറഞ്ഞതിനകത്തതുകൊണ്ടല്ലേ, പറഞ്ഞെന്നാൽ ആ ഒരൊറ്റ രാത്രിയെ പള്ളിയിൽ റക്അത്ത് നിസ്കരിക്കാൻ ആളെ കാണും. നമ്മളെയും കാണില്ല, നിങ്ങളെയും കാണില്ല. നമ്മൾ മൊത്തത്തിൽ ഈ വകുപ്പെട്ടതല്ലേ. വെള്ളിയാഴ്ച ദിവസത്തെ ഒരു സമയം, ചെറിയൊരു സമയം, ഹദീസിൽ തന്നെ പറഞ്ഞത് വളരെ ചെറിയ സമയം എന്നാണ്. മിനിറ്റുകളെ ഉണ്ടാവുള്ളൂ, മണിക്കൂറൊന്നും ഉണ്ടാവില്ല. എന്ത് ചോദിച്ചാലും, ചോദിക്കാൻ പാടില്ലാത്തല്ല, ചോദിക്കേണ്ടത് എന്ത് ഒരു മുസ്ലിം ചോദിച്ചാലും അള്ളാഹു ഉത്തരം കൊടുക്കുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർത്ത് പറഞ്ഞൊരു സമയമാണ്. ഏതാണ്? 40 ഖൗലിന്റെ വിഷയത്തിൽ 1-2 തന്നെ. അസറിന്റെ അവസാന സമയമാണ് അതിന്റെ അവസാനത്തെ ഖൗലുണ്ട്. നമ്മളെന്ത് ചെയ്യാം? നമ്മൾ പരിശ്രമിക്കണം. ഏതെങ്കിലും ഒരു ദിവസം ആ സമയം കിട്ടുമോ നോക്കണം. അതേപോലെ ഈ 7 സൂറത്ത് ഓതിയിട്ട് തങ്ങൾ പറയാണ്, ഇന്ന ഫീഹിന്ന ആയത്തൻ അഫ്ളലു മിൻ അൽഫി ആയ. ആ 7 സൂറത്തിൽ ഒരു ആയത്തുണ്ട്, അത് 1000 ആയത്തിനേക്കാൾ ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള ആയത്താണ്. സുബ്ഹാനല്ല തുടക്കം. ഖുർആന്റെ ഒരു സൗന്ദര്യം നോക്കി നിങ്ങൾ. ഒരു ഫീല് അല്ലെങ്കിൽ ഒരു ഇസ്മ അത് ആദ്യം പിടിച്ചെടുക്കുന്നത് മസ്ദറിൽ നിന്നാണ്. അറബിയിൽ, മറ്റു ഭാഷകളിലൊക്കെ അങ്ങനെ തന്നെയാണ്. കുട്ടികളൊക്കെ പഠിക്കണല്ലോ, വെർബ് ക്രിയ വരണമെങ്കിൽ അതിന്റെ ധാതു ആദ്യം. അതെല്ലാ ഭാഷയിലും, മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഉണ്ട്. മസ്ദർ എന്ന് പറയും അറബിയിൽ. അതാണ് സുബ്ഹാന, അതാണ് ആദ്യം വന്നത്. സുബ്ഹാന കഴിഞ്ഞിട്ട് പിന്നെ വന്നതാണ് സബ്ബഹ. സബ്ബഹ കഴിഞ്ഞ് പിന്നെ യുസബ്ബിഹു, യുസബ്ബിഹു കഴിഞ്ഞ് പിന്നെ സബ്ബിഹ്. അപ്പൊ മാദിയും മുദാരിയും അംറും ഒക്കെ പെട്ടു. ഖുർആൻ എല്ലാ സംഗതികളും പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഭാഷയും പഠിപ്പിക്കുന്നുണ്ട്, കണക്കും പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം ഖുർആനിലുണ്ട്. ഖുർആൻ അല്ലാത്തൊരു വിഷയമല്ല. അറിവുണ്ടാകണം, അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അതിൽ എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഓതുന്ന മുസബ്ബിഹാത്ത്, അത് പതിവായിട്ട് ഓതുന്നതാണ്. അതിലൊന്നാണ്, ഏറ്റവും വലിയ സൂറത്താണ് ഇസ്രാ സൂറത്ത്. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി എന്ന് തുടങ്ങുന്ന അൽ കഹ്ഫിന്റെ തൊട്ട് മുമ്പുള്ള സൂറത്ത്. പിന്നെ രണ്ടാമതായി ഓതുന്നത് ഹദീദ് സൂറത്താണ്. അത് വലിയ സൂറത്തൊന്നും, ചെറിയ സൂറത്താണ്. പിന്നെ നമ്മളിപ്പോൾ തുടങ്ങാൻ നിൽക്കുന്ന സൂറത്തുൽ ഹശ്ർ, 10-24 ആയത്തുകൾ, ചുരുങ്ങിയ സമയം ഓതി തീർക്കാൻ വലിയ സമയത്തിന്റെ ആവശ്യമില്ല. യാസീന്റെ സമയം പോലും ആവശ്യമില്ല സൂറത്തുൽ ഹശ്ർ ഓതാൻ, ചുരുങ്ങിയ സമയം. പിന്നുള്ളതൊന്ന് സൂറത്തു സൊഫാൻ, അതും ചെറിയൊരു സൂറത്താണ്, ഒരു പേജേ ഉള്ളൂ കാര്യമായിട്ട്. പിന്നെ സൂറത്തുൽ ജുമുഅ, വെറും 11 ആയത്തുള്ള ഒരു സൂറത്ത്. സൂറത്തു തഗാബുൻ, അതും ഒരു 16 ആയത്ത് 17 ആയത്തുള്ള സൂറത്ത്. പിന്നെ സബ്ബി ഇസ്മ റബ്ബിക്കൽ അഅല എന്നുള്ള വെള്ളിയാഴ്ചകൾ നമ്മൾ കേൾക്കുന്ന സൂറത്താണ്. ഈ 7 സൂറത്തും ഖബല അൻ യർഖുദ, ഉറങ്ങുന്നതിന്റെ മുമ്പ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാറുള്ള പതിവുണ്ട്. സബഉൽ മുൻജിയാത്ത് എന്ന് പറയുന്ന രക്ഷപ്പെടുത്തുന്ന, ഖബറിൽ, പരലോകത്ത്, നരകത്തിലൊന്ന് കാല് വെക്കാതെ സ്വർഗത്തിലെത്തുന്ന സൂറത്തുകൾ, എത്തിക്കുന്ന സൂറത്തുകൾ. മുൻജിയാത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവിലുണ്ട്. ദുനിയാവിലൊരു മനുഷ്യന് രക്ഷ, ആപത്തിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, അപകട മരണത്തിൽ നിന്ന്, അത്യാഹിതങ്ങളിൽ നിന്ന് ഒക്കെ രക്ഷപ്പെടുത്തുന്നതാണ് മുൻജിയാത്ത്. അതിലും ഇടം പിടിച്ച സൂറത്താണ് സൂറത്തുൽ ഹശ്ർ. അതിനെ വിശദീകരിച്ച് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്, ഹദീസ് ഗ്രന്ഥങ്ങളിൽ തന്നെ. സൂറത്തുൽ ഹശ്ർ ഓതിയാലുള്ള പുണ്യം
അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല, അത്രയും വലുതാണ്. നേടേണ്ട മഹാന്മാരൊക്കെ സൂറത്തുൽ ഹശ്ർ കൊണ്ട് നേടിയിട്ടുണ്ട്. നമ്മളും നേടണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ തുടക്കത്തിൽ സൂറത്തുൽ കഹ്ഫ് ചർച്ച ചെയ്ത് അന്ന് അതിന്റെ മഹത്വം പറഞ്ഞു. അത് അന്ന് മുതൽ ഇന്ന് വരെ ഉൾക്കൊണ്ട് പതിവാക്കി പോരുന്ന ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും ഇവിടെയും പുറത്ത് നമ്മുടെ ക്ലാസ് കേട്ടവരിലും ഉണ്ട്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അറിയുന്ന ഇൽമ് ജീവിതത്തിൽ ദായിമാക്കി മൗത്ത് വരെ കൊണ്ടു നടക്കാനുള്ള വലിയ തൗഫീഖ് അല്ലാഹു ഭാഗ്യം ചെയ്യുമാറാകട്ടെ. എപ്പോഴാണോ ഒഴിവുള്ളത് അപ്പോൾ ഓതിയാൽ മതി. രാത്രിയേക്കോളൊന്നുമില്ല, പകലേക്കോളൊന്നുമില്ല, എപ്പോഴും ഓതാം. ഒരു ചുരുങ്ങിയ സമയം. മൻ ഖറഅ സൂറത്തുൽ ഹശ്രി, ഞാൻ ആദ്യമായിട്ട് ഓതിയ ഹദീസ് ഇമാം ഖുർത്തുബി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. സൂറത്തുൽ ഹശ്ർ ഒരാൾ ഓതിയാൽ ലം യബ്ഖ ശൈഉൻ മിനൽ ജന്നത്തി വന്നാരി, എന്നിട്ട് കുറെ എണ്ണാണ്. സ്വർഗം, നരകം, അർശ്, കുർസി, സമാവാത്ത്, അർള്, പ്രാണികൾ, വരീഹു, കാറ്റ്, വസഹാബു, മേഘം, വത്തീറു, പറവകൾ, വദ്ദവാബു, ജീവികൾ, ഇയജന്തുക്കൾ അടക്കം, വശജറു വൽ ജിബാലു വശംസു വൽ ഖമറു, പർവ്വതങ്ങളും മരങ്ങളും ശംസും ഖമറും വൽ മലായികത്തു, മലക്കുകളും, ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഇല്ലാ സ്വല്ലു അലൈഹി വസ്തഗ്ഫിറു ലഹു, ആ ഓതുന്ന മനുഷ്യന് വേണ്ടി പ്രാർത്ഥന നടത്തും, പൊറുക്കലിനെ തേടുകയും ചെയ്യും. രണ്ടുണ്ട്. പ്രാർത്ഥന നടത്തുക എന്ന് പറഞ്ഞാൽ അനുകൂലമായിട്ടുള്ള ഒരുപാട് സംഗതികൾക്ക് വേണ്ടി. ഒരു സൂറത്തുൽ ഹശ്ർ ഒരു ദിവസം ഓതിയാൽ, വേറെ ചില കിതാബുകളിലൊക്കെ കാണാം, വലിയൊരു പണ്ഡിതൻ, അദ്ദേഹം അന്നത്തെ കാലത്ത് വലിയ ഇൽമുള്ള മഹാനാണ്. അപ്പൊ ജനങ്ങളൊക്കെ ആ പണ്ഡിതന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തണം, ഞങ്ങളെ നാട്ടിലേക്ക് പോകുന്നതിന് സിംഹങ്ങൾ വഴി തടഞ്ഞിട്ടുണ്ട്. സിംഹമൊക്കെ നമ്മളെ നാട്ടിൽ എവിടെയെങ്കിലും ഇറങ്ങി ഒരു ഫോട്ടോ വാട്സപ്പിൽ വിട്ടാൽ കൊറോണ പോലെ ഒറ്റ കുട്ടിനെ കാണൂല. അരി തീർന്നാലും ശരി, മീൻ തീർന്നാലും ശരി, ആ വൈക്ക് കാണൂല. പേടിയാണ്. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് പേടി വരും. കാരണം ജീവൻ ആർക്കും പേടിയുണ്ടല്ലോ. ആളുകൾ വരില്ല. പിന്നെ ആരൊക്കെ തെരഞ്ഞു പിടിച്ച് അത് കാട്ടിലെത്തിന്ന് കണ്ടാൽ അൽഹംദുലില്ലാഹ് സമാധാനമായിട്ട് ആൾക്കാർ വരും. പേടിയാണ്. ജനങ്ങളൊക്കെ പേടിച്ച് ആലിമിന്റെ അടുത്ത് വന്നു. അപ്പൊ ആലിമ് നല്ല ഇൽമുള്ള അമൽ ചെയ്യുന്ന ആലിമാണ്, വലിയ കറാമത്തുള്ള മഹാനാണ്. അദ്ദേഹം ചെന്ന് നോക്കിയപ്പോ സിംഹം ഇങ്ങനെ ഒരു തുറിച്ചൊരു നോട്ടം, ഇങ്ങനെ സിംഹങ്ങളൊന്നൊന്നല്ല പലതും ഉണ്ട്. ഇങ്ങനെ 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 തല കുനിക്കപ്പോ പേടി കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പിന്മാറിയ സമയത്ത് ഒരു നല്ല തടിച്ച ഒരു മനുഷ്യരൂപം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചു. അവിടെ നിൽക്കണം. ഇവിടെ നിന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാരക്കണം. കാരണം നിങ്ങൾ സൂറത്തുൽ ഹശ്ർ പതിവ് ഓതുന്ന ആളാണ്. ഈ സിംഹത്തെ വിരട്ടാനുള്ള മരുന്ന് നിങ്ങളെ കയ്യിലുണ്ട്. ധൈര്യപൂർവ്വം ദ്വാരിക്കുന്നു. അള്ളാഹുവിനോട് ദ്വാരുന്നു. സിംഹം അങ്ങനെ ഒരു മുളക്കം മൂളിയിട്ട് അതിന്റെ വട്ടിലാണ്. ആളുകൾക്ക് വഴി തുറന്നു കൊടുത്തു. നല്ല സൗകര്യം കിട്ടി. ഞാൻ പറഞ്ഞു വന്ന സൂറത്തുൽ ഹശ്ർ പതിവായി ഓതുന്ന ആളുകൾക്കുള്ള മഹത്വങ്ങൾ ചെറുതല്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മലക്കുകളുടെ പ്രാർത്ഥന അത് ചെറിയൊരു ഫലമല്ല. ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന കാവലുകളാണ് ലോകത്തുള്ള ജീവജാലങ്ങളുടെ പ്രാർത്ഥന. നമുക്ക് അനുകൂലമാണ്. ഈ പറഞ്ഞ സൃഷ്ടിജാലങ്ങൾ മുഴുവൻ ഒരു മനുഷ്യന് ദ്വാരക്കുക എന്ന് പറഞ്ഞാൽ ചില്ല. ഈ ദുആ കൊണ്ട് അള്ളാഹു പുറത്തു കൊടുക്കും. എന്തെല്ലാം വിഷയങ്ങൾ അള്ളാഹു തആല പുറത്തു കൊടുക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഫൈൻ മാത മിൻ യൗമിഹി ഔ ലൈലത്തിഹി, ആ പകലിലോ രാത്രിയിലോ അയാൾ മരിച്ചാൽ മാത ഷഹീദൻ, ആഖിറത്തിൽ ഷഹീദിന്റെ പ്രതിഫലം നൽകും. ഇമാം ഖുർത്തുബി അവിടുത്തെ തദ്കിറയിൽ ആഖിറത്തിലെ ശുഹദാക്കളെ എണ്ണിയ ഒരുപാട് ലിസ്റ്റ്, ഒന്നും രണ്ടോ എന്നല്ല, 7 10 അല്ല. അതിൽ എണ്ണിയ ഒന്നാണ് സൂറത്തുൽ ഹശ്ർ ഓതി മരിക്കുന്ന ആള് എന്നോ അയാൾ അന്ന് ഊതിയിട്ടുണ്ട്. അതിനാൽ തൗഫീഖ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആൾക്കാരെ പറയില്ല മരിക്കണ അന്നും ബാപ്പ പതിവായി ഖുർആൻ ഓതിയിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. പതിവായി ഓതുന്ന ദിക്റൊക്കെ ചൊല്ലിയിട്ടുണ്ട്, സൂറത്തുകളൊക്കെ ഓതിയിട്ടുണ്ട്, എല്ലാ ദിവസവും യാസീൻ ഓതും, അന്നും ഓതാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ചെറിയ ഭാഗ്യമല്ല. അപ്പൊ നമ്മൾ കണക്കൂട്ടാൻ പറ്റും. അന്ന് ഓതി യാസീൻ ഓതി, നാ മഹാഭാഗ്യവാനാണ്. ഓതാൻ കഴിയാത്ത അവസ്ഥകൾ കാണാറുണ്ട്. ഒരു ഹർഫ് പോലും മിണ്ടാൻ കഴിയാതെ കിടക്കുന്ന അവസ്ഥ കാണല്ലേ. മൂത്രമൊഴിച്ചതും കാഷ്ടിച്ചതും അറിയാതെ കിടക്കുന്ന അവസ്ഥ കാണാല്ലേ. അതിനേക്കാളും ഭാഗ്യാണ് നല്ല ബോധത്തോടെ ഹിമ്മത്തോടെ ഓതേണ്ടതും ചെല്ലേണ്ടതൊക്കെ ചൊല്ലിയും പറഞ്ഞും വിടവാങ്ങാനുള്ള കഴിവ്. അത് ചെറിയൊരു ഭാഗ്യമൊന്നുമല്ല. ചെറിയ ഭാഗ്യയെ കണക്കാക്കാൻ പറ്റില്ല. അതേത് പ്രായത്തിലാണെങ്കിലും ശരി, 100 കഴിഞ്ഞിട്ടാണെങ്കിലും 110 കഴിഞ്ഞിട്ടാണെങ്കിലും ഒക്കെ
അള്ളാഹു നൽകുന്ന ഹിമ്മത്ത്, മനക്കരുത്തും ധൈര്യം ഉണ്ടെങ്കിൽ ചൊല്ലേണ്ടത് ചൊല്ലാനും പറയേണ്ടത് പറയാനും ഒക്കെ ഉള്ള കരുത്തുണ്ടാകും. അതിന് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മാർഗം എന്താ? പതിവായിട്ട് പിന്നാലെ കൂടാന്നുള്ളതാണ്. എന്നാ ഈ വലിയ മഹത്വം കിട്ടും. ഹദീസുകൾ വന്നിട്ടുണ്ട്, പാപങ്ങൾ വലുതും ചെറുതൊക്കെ അള്ളാഹു പുറത്തിരുന്നാണ്. ഇത്രയും വലിയ മഹത്വം ഉണ്ടാകാനുള്ള ഒരു കാരണം സൂറത്തുൽ ഹശ്റിൽ അടങ്ങിയിരിക്കുന്ന അവസാന ഭാഗത്ത് ഇറങ്ങിയിരിക്കുന്ന ചില ആയത്തുകൾ, ലൗ അൻസൽനാ മുതൽ താഴോട്ടുള്ള ആയത്തുകൾ. അതാണ് ആ സൂറത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. ഇസ്മുൽ ആലം ഒരാൾക്ക് അറിയണമെങ്കിൽ സൂറത്തുൽ ഹശ്ർ ഓതിയാ മതി എന്ന് വരെ പണ്ഡിതന്മാരിൽ ചിലര് പഠിപ്പിച്ചത് കാണാൻ കഴിയും. മൻ ഖറഅ ആഖിറ സൂറത്തുൽ ഹശ്ർ, സൂറത്തുൽ ഹശ്റിന്റെ അവസാന ഭാഗം ലൗ അൻസല മുതൽ താഴോട്ട് ഓതിയാൽ ആ ഓതിയ അന്ന് രാത്രിയോ പകലോ മരിച്ചാലും ഈ ഷഹാദത്തിന്റെ കൂലി കിട്ടും. നിങ്ങൾ നോക്കതിന് പുറമെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാവിലെ ഒരാൾ 3 പ്രാവശ്യം ചൊല്ലി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. ശേഷം ലൗ അൻസല മുതൽ താഴോട്ട് ഓതി. അതേപോലെ തന്നെ വൈകുന്നേരവും ചൊല്ലി. എന്നാൽ വക്കലല്ലാഹു ബിഹി 70,000 മലക്കീൻ, 70,000 മലക്കുകൾ അല്ലാഹു തആല ചുമതലപ്പെടുത്തി കൊടുക്കും. ആ മലക്കുകളൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ, വൈകുന്നേരം മുതൽ രാവിലെ വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഈ മനുഷ്യന് വേണ്ടി അനുകൂലമായിട്ട്. ആപത്തുകളെ തടുക്കുന്നു, ബറക്കത്തുകൾ വാങ്ങിക്കൊടുക്കുന്നു, ഒരുപാട് വിഷയങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, നേരത്തെ ഉസ്താദ് പറഞ്ഞില്ല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരുപാട് ഇൽമ് ചോദിച്ചു പഠിച്ച മഹാനാണ്. മഹാനവർകൾ തന്നെ പറയാറുണ്ട്, ഞാൻ ആ പഠിച്ച ഇൽമുകൾ മൊത്തം തുറക്കാനുള്ള അവസരം എനിക്ക് കിട്ടുമെന്നറിയില്ല. ഇൽമിന്റെ ഒരു പാത്രമേ തുറന്നിട്ടുള്ളൂ, വേറൊരു പാത്രം തുറക്കാത്തുണ്ട്. അപ്പൊ അവർ ഇൽമിന്റെ ആയത്ര അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൂടുതൽ കാലമൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിട്ടില്ല. ആകെ ഉണ്ടായത് 2 വർഷവും ചില്ലറ മാസമാണ്. മക്കം ഫതഹിന്റെ അന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഇസ്ലാമിലേക്ക് വരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ നിന്ന് കിട്ടുന്ന ഒരു ദിവസമാണെങ്കിലും കിട്ടുന്ന ഇൽമാകുന്ന നൂറിന് വളരെ വലിയ വലുപ്പമുണ്ട്, വിശാലതയുണ്ട്. ഞാൻ ചോദിച്ചു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, തങ്ങൾ എനിക്ക് ഇസ്മുൽ ആലം പഠിപ്പിച്ചു തരണം, ഒരു താല്പര്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ അലൈക ബി ആഖിരി സൂറത്തുൽ ഹശ്ർ, സൂറത്തുൽ ഹശ്റിന്റെ അവസാനം നിങ്ങൾ പതിവാക്കണം. ഫഅക്സിർ ഖിറാഅതഹാ, അതിന്റെ ഓത്ത് നിങ്ങൾ അധികരിപ്പിക്കണം. ഞാൻ രണ്ടാമതൊന്ന് ചോദിച്ചു, വേറെ ഏതെങ്കിലും ഒരു മാറ്റി പറയുകയാണെങ്കിൽ ഇൽമും കിട്ടുമല്ലോ ഇത്. തങ്ങൾ രണ്ടാമത് തന്നെ മറുപടി പറഞ്ഞു. മൂന്നാമതും ഞാൻ ചോദിച്ചു, വേറെ എന്തെങ്കിലും ജവാബ് കിട്ടുമെന്ന് കരുതിയിട്ട് മൂന്നാമത് തന്നെ പറഞ്ഞു. അത് ഉറച്ച വിഷയം മനസ്സിലായി. ഏത്? ആ, ഇറങ്ങി ഫുള്ളായ സമയമാണ് ഇത്, ചോദിച്ച സമയമല്ലേ? അതെ. അവസാനങ്ങളിൽ ഇറങ്ങിയതൊക്കെ വലിയ വലിയ ആയത്തുകളിലും മറ്റും ചില്ലറ ആയത്തുകളാണ്. സൂറത്തുകളായിട്ട് കുറെയൊക്കെ ഭാഗങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ലൗ അൻസൽന മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ ഒരായത്തൊഴികെ ബാക്കിയുള്ള 3 ആയത്തുകൾ ഒരുമിച്ച് ഇറങ്ങിയതാണ്. അങ്ങനെ കുറെ ഇറങ്ങിയിട്ടുണ്ട്. സൂറത്തുൽ ഹശ്റിന്റെ അവസാനം നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്, പിന്നെ ഓരോ ഭാഗങ്ങൾ. അങ്ങനെ സൂറത്തുൽ ഹശ്ർ പിന്നെയും 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 ആവർത്തിച്ചു പറഞ്ഞതുകൊണ്ട് മഹാനവറുകൾക്ക് വലിയ ധൈര്യം ഉണ്ടായി. അല്ലാഹു തആല തന്നതാണല്ലോ അത്, അതുകൊണ്ട് അതിനെ മുറുകെ പിടിച്ച് ജീവിക്കാമെന്ന് കരുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, സൂറത്തുൽ ഹശ്റിന്റെ അവസാനം രാത്രിയിലും പകലിലും ഒരാൾ പതിവാക്കി, ഫഖബലഹുല്ലാഹു ഫീ തിൽക്കൽ ലൈലത്തി ഔ ദാലിക്കൽ യൗം, ആ രാത്രിയിലോ പകലിലോ അല്ലാഹു തആല അവനെ പിടിച്ച് മരിച്ചുപോയാൽ ഫഖദ് ഔജബല്ലാഹു ലഹുൽ ജന്ന, സ്വർഗ്ഗം അല്ലാഹു തആല അവന് ഉറപ്പാക്കിയിരിക്കും. അത്രയും വലിയ മഹത്വം ഈ സൂറത്തിനുണ്ട്. കാവലിന് വലിയ മാർഗമാണ്. കാവലിന് മാർഗാന്ന് പഠിപ്പിച്ചു കൊടുത്തത് മനുഷ്യന്മാര് മാത്രമല്ല, ജിന്നുകൾ വരെ. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പുരയിൽ കാരക്ക സൂക്ഷിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. കാരക്ക ഇങ്ങനെ കൂട്ടിയിട്ട് പല കാരക്ക കൂട്ടത്തിൽ സക്കാത്ത് കൊടുക്കേണ്ട കാരക്ക ഉണ്ടാവുമല്ലോ, മാറ്റി വെച്ചൊക്കെ ഉണ്ടാവുമല്ലോ, ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലോ കാരക്കൾ. ഇഷ്ടം പോലെ കാരക്കുള്ള മഹാനാണ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അപ്പൊ കാരക്ക കൂട്ടിച്ച സ്ഥലത്തുനിന്ന് ഒരു ദിവസം പോയി നോക്കുമ്പോ കാരക്ക കുറവാണെന്ന്, കുറച്ച് കുറവ്. അടക്ക കൂട്ടിച്ച് കുറഞ്ഞാൽ നമ്മൾ അറിയില്ല പെട്ടെന്ന്. അതേപോലെ തന്നെ കാരക്ക കുറഞ്ഞു കണ്ടപ്പോ പിന്നെ അങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോ രാത്രിയിൽ ചെറിയൊരു ആളനക്കം പോലെ തോന്നി. പോയപ്പോ ചെറിയ രൂപം കണ്ടപ്പോ ഞാൻ ചോദിച്ചു, ആരാ നീ? ആ രൂപം അങ്ങനെ കാണുന്നുണ്ട്, വ്യക്തമായി കാണുന്നില്ല.
അപ്പൊ ആ രൂപം പറഞ്ഞു റജുലും മിനൽ ജിന്നി, ജിന്നയാളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്, ഈ പുര ലക്ഷ്യമാക്കി വന്നതാണ്, ഭക്ഷണമായിട്ട് ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ കാരക്കേന്ന് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുറവും വരില്ല, അത് പിടികൂടുക നിലക്ക് പറഞ്ഞാണ്. കാരക്കേന്ന് ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കുറവൊന്നും വരില്ല. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു, നീ ജിന്നാണ് എന്നുള്ള വിഷയം സത്യം പറയുന്ന ആളാണെങ്കിൽ നിന്റെ കൈയൊന്ന് നീട്ടുന്നു. അപ്പൊ കൈ നീട്ടിന്നുള്ളപ്പോ മഹാനവറുകൾ ഞാൻ കൈ തൊട്ടു നോക്കുമ്പോ എനിക്ക് വല്ലാത്ത ഇടങ്ങേറായി. കാരണം നായന്റെ മുഴങ്കൈ പോലെ ഫുള്ള് രോമ. കൈ നീട്ടിത്തന്ന് ഞാൻ കൈ ഇങ്ങനെ തൊട്ടു നോക്കുമ്പോ മുഴുവനായിട്ട് രോമ. അപ്പൊ എന്നോട് പറഞ്ഞു, അബൂ അയ്യൂബേ, ഞാൻ ഇവിടുന്ന് കാരക്ക എടുത്തെന്ന് കരുതിയിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എടുത്ത കാരക്ക ഞാൻ പൊരുത്തപ്പെട്ടു, പക്ഷെ നീ ഒരു കാര്യം പറഞ്ഞു, മനുഷ്യന്മാരും ജിന്നുകളും കാവൽ ചോദിക്കുന്നതിൽ നീ പഠിച്ച അറിവനുസരിച്ച് ഏറ്റവും വലിയ കാവലിന്റെ വചനം ഏതാണ്? അപ്പൊ ജിന്ന് പറഞ്ഞു, സൂറത്തുൽ ഹശ്റിന്റെ അവസാനം ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു എന്നുള്ള ഭാഗമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന കാവലുകളിൽ വലിയ കാവൽ. കിടന്നുറങ്ങുമ്പോ ഓതൽ സുന്നത്തായ ഭാഗങ്ങളിൽ പെട്ടതാണ് ഖവാത്തീമുൽ ഹശ്ർ, ഹശ്റിന്റെ അവസാന ഭാഗം. ഒരു ആയത്തുൽ കുർസി മാത്രം ഓതിയിട്ട് വേഗം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയാ പോരാ. പിന്നെ അതൊക്കെ ചെല്ലാൻ ആരഞ്ഞ് പരമ്പരയിൽ ആര് വരും? പരമ്പരയുള്ളവർക്ക് ബിസ്മില്ലല്ലാ നേരല്ല, പിന്നെ ബാക്കിയുള്ള ഹശ്റിന്റെ അവസാന ഭാഗം കിടന്നുറങ്ങുമ്പോൾ അതിൽ സുന്നത്തുള്ളതാണ്. സൂറത്തുൽ ബഖറിന്റെ അവസാന ഭാഗം. അപ്പൊ ചില ആൾക്കാരും പറയുന്നത് അതിന് ഉസ്താദെ നേരത്തെ ഹദ്ദാദ് അല്ലിയാണ്, അപ്പൊ ഒരു ആമന റസൂൽ അല്ലിയാണ്. നമ്മളെ മടിയാലോചിക്കാൻ ഒരു ആമന റസൂൽ ഇത്ര മണിക്കൂറാണ്. കിടന്നുറങ്ങുമ്പോ 2 മണിക്കൂർ പെണ്ണുങ്ങളോട് കിന്നാരം പറഞ്ഞാലും ഒരു 2 മിനിറ്റ് തോന്നാൻ നേരമില്ലാത്തവരാണ്. അങ്ങനെ ഹതഭാഗ്യരാകരുത്. ഇതൊക്കെ ഓതിയിട്ട് വേണം ഒരു മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യൻ കിടക്കാൻ. സൂറത്തുൽ ഹശ്റിന്റെ അവസാന ഭാഗങ്ങളിൽ ലവൻസെല്ലാം ഓതാൻ ചുരുങ്ങിയ സമയം പോലെ. നമ്മളൊന്ന് ഇരുന്ന് ഒന്ന് തട്ടിക്കൊട്ടുന്ന തുണിയൊക്കെ ഒന്ന് റെഡിയാക്കുന്ന ടൈം മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ കിടന്നുറങ്ങുന്ന സമയത്ത് ഹശ്റിന്റെ അവസാന ഭാഗം ഓതണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച സ്വഹാബിയോട് പറഞ്ഞു. വിരിപ്പിലേക്ക് ചെന്നാ ഓതണം, ഇൻ മുത്ത ഷഹീദൻ, ആ വിരിപ്പിൽ കടന്നിട്ടാ നീ മരിക്കുന്നതെങ്കിലും ഷഹാദത്തിന്റെ കൂലി അള്ളാഹു തരും. അതുകൊണ്ട് ചെറിയ മഹത്തുള്ള സംഗതിയല്ല, വലിയ മഹത്തുള്ള സംഗതിയാണ്. ബറാഇ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഗതി കാണാം. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് മഹാൻ ചോദിച്ചു, നിങ്ങളോട് ഞാൻ സ്പെഷ്യൽ ഒരു കാര്യം ചോദിക്കണം അലിയെ. കുറേ ഇൽമ് നിങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരുപാട് ഇൽമ്. പക്ഷേ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോടും ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടും സ്പെഷ്യലായി പറഞ്ഞ വല്ല ഇൽമുണ്ടോ എന്ന് വെച്ചു. ഇതിങ്ങനെ കമ്പിയൊപ്പിച്ചാ ചോദിക്കുന്നത്. അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട്, ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങളോട്, തങ്ങൾ നിങ്ങളോടും പറഞ്ഞ ഒരു പ്രത്യേക കാര്യം വല്ലതും പറഞ്ഞു തരുമെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, ഇദാ അറത്ത ബറാഎ ഇദാ അറത്ത അൻ തദഉ അല്ലാഹ ബിസ്മിഹിൽ അഅ്ലം, ഇസ്മുൽ അഅ്ലം മുൻനിർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 2 സംഗതി ചെയ്താൽ മതി, വലിയ ഫലം ഉണ്ടാകും. 2 സംഗതി എന്താ? ഒന്ന്, സൂറത്തുൽ ഹദീദിന്റെ ആദ്യത്തിൽ നിന്ന് 10 ആയത്ത്, ചെറിയ ആയത്ത, ഹുവൽ അവ്വലു വൽ ആഖിറു കണ്ടതിന്റെ ആദ്യത്തിൽ 10 ആയത്തും ഹശ്റിന്റെ അവസാനമുള്ള 3 ആയത്തും. 3 ആയത്ത് എന്ന് പറഞ്ഞാൽ വൻസല മുതലല്ല കേട്ടോ. താഴെ ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശഹാദതി ഹുവർ റഹ്മാനുർ റഹീം ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുൽ മലിക്കുൽ ഖുദ്ദൂസ് അസ്സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. അത് 3ഉം ഈ 10ഉം ഈ 3ഉം ഓതിയിട്ട് പിന്നെ നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചോളൂ അല്ലാഹുവോട്. എന്നിട്ട് അതിന്റെ ആ ചോദ്യത്തിന്റെ കാര്യം പറയാം. ഇത് കേടായിട്ട് ഉപയോഗിക്കരുത് കേട്ടോ. വളരെ വളരെ ഇതിന്റെ ഫലം എന്ന് പറഞ്ഞാൽ അത് റെഡിയാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാണ്, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക, പടച്ചോനെ ഇതല്ലാത്ത വേറെ വിഷയം നിന്നോട് എനിക്ക് ചോദിക്കാനില്ല, നിന്നെ പറ്റിയാണല്ലോ ഈ ആയത്തിലൊക്കെ പറഞ്ഞത്, അതുകൊണ്ട് മലയാളത്തിൽ ചോദിക്കാൻ, ഈ ആയത്തിൽ നിന്നെ പറ്റിയാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് എന്റെ ഈ കാര്യം സാധിപ്പിച്ചു തരണേ എന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അത് പെട്ടെന്ന് അല്ലാഹു തആല കൂടുതൽ താമസം ചെയ്യാതെ സാധിപ്പിക്കും. എന്നിട്ട് പറഞ്ഞു, ഫവല്ലാഹി യാ ബറാഉ ബറാഎ,
ഈ ആയത്തുകൾ ഓതിയിട്ട് ലൗ ദഅൗത അലയ്യ, അലിയായ എനിക്ക് പ്രതികൂലമായിട്ട് നിങ്ങൾ ദ്വാരുന്നാൽ ലഖസഫ ബി, അല്ലാഹു എന്നെ ഭൂമിയിലാഴ്ത്തി പോകുന്നു. അത്രയും വലിയ മരം. അതാ ഞാൻ പറഞ്ഞതുകൊണ്ട് പ്രതികൂലമായിട്ട് ഉപയോഗിക്കരുത്. അതിപ്പോ ഞമ്മക്ക് ഇടങ്ങേറാൻ നിൽക്കുന്ന ഒരാളുണ്ട്, അയാളെ തൽക്കാലം നാളെ മറ്റന്നാളോ പണിയാക്കണോ, അതിന് വേണ്ടി തോന്നരുത്. പക്ഷെ ഓതിയാൽ അത്ര വരെ ഫലം കിട്ടുന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ കൂട്ടത്തിലൊരു കാര്യം കൂടി പറഞ്ഞു തരട്ടെ. ഈ സൂറത്തിന്റെ അവസാനത്തെ പറ്റി മഹാന്മാരൊക്കെ വെച്ചൊരു പേരുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പലപ്പോഴും ആ പേര് പറയാറുണ്ട്, റുഖിയത്തു സ്വദാ. ഇത് തലവേദനക്കുള്ള മന്ത്രാണ്. ഇനിയിപ്പോ അത് കിട്ടാതെ ബുദ്ധിമുട്ടാണ്. തലവേദന വലിയൊരു വേദന അല്ലേ? അതാ നമ്മളെ പറഞ്ഞിട്ട് വലിയ വേദനയാണ്. ഞാൻ പുറക്കൂടലോ പോകുമ്പോ ക്ഷീണാണ്, വളരെ ക്ഷീണാണ്. തലവേദന ഏത് വേദന വന്നാലും അങ്ങനെ തന്നെ. തലവേദന വലിയൊരു അസ്വസ്ഥ തന്നെയാണ്. കാരണം ചിന്തിക്കാനുള്ള സംഗതിയല്ലേ തല എന്ന് പറഞ്ഞാൽ. അതിനെ വേദന പിന്നെ ബാക്കിയുള്ള കാര്യം കാലിന്റെ വിരലിനൊക്കെ വേദന പിന്നെ അതങ്ങനെ വിട്ടതൊക്കെ തലക്ക് കുഴപ്പമില്ലല്ലോ. തലവേദനക്കുള്ള റുഖിയത്ത് മന്ത്രമാണ് ഏത്? ലൗ അൻസൽനാ മുതൽ തായോട്ട്. അത് തലയിൽ ഇങ്ങനെ തൊട്ടിട്ടാണ് മന്ത്രിക്കേണ്ടത്, മേലല്ല, തലമല് മുടിമല് തൊട്ട് ശരിക്കും അത് ഓതി മന്ത്രിച്ചു എന്നുള്ളതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ പറയുന്ന സംഭവം മർഫൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്തതാണ് മഹാന്മാർ പറയുന്നു. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് പകർന്നു നൽകിയ ഇൽമാണ്. മഹാനവറുകൾ പഠിച്ച് അങ്ങനെ പരിചയിച്ച് കിട്ടിയതല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഇൽമൻ. തലവേദനക്ക അതിന് ലൗ അൻസൽനാ ഓതിയാ മതി അല്ലെ? പഴയ കാലത്തെ നമ്മൾ ഉമ്മാമാരൊക്കെ ഇപ്പോഴും അവർക്ക് അറിവുണ്ട്. തീ പൊള്ളിയാൽ അപ്പ പറയും ഏതോതിയാ മതി. അതാണ് ഇപ്പോഴും ഞാൻ എന്റെ വല്യമ്മ പറഞ്ഞു കേട്ടു. അതൊക്കെ ശരിക്കും അങ്ങനെ പ്രാക്ടിക്കൽ ആക്കിയതുകൊണ്ടാണ്. അല്ല അപ്പൊ അവര് മന്ത്രിക്കാൻ ബോർഡിൽ കുത്തിർന്നിട്ടൊന്നല്ലേ. തീ പൊള്ളിയവർ അങ്ങനെ ഉണ്ട്. തഫ്സീർ ഗ്രന്ഥങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട്. വലിയ ശിഫക്കുള്ള ആയത്താണത്. തീയിൽ ചാടിയ ആൾക്ക് വരെ അത് ഓതിയിട്ടുണ്ടെങ്കിൽ മാറ്റം കിട്ടുന്നതാണ്. തീയിലൊരാൾ ചാടിപ്പോയി അബദ്ധത്തിൽ, അയാളെ വരെ രക്ഷിക്കാൻ, തീ ഫലിക്കാതിരിക്കാൻ ആ ഒരു ആയത്തിന് കഴിവുണ്ട്. കാരണം ഖുൽനാ യാ നാറു കൂനി എന്ന് പറഞ്ഞത് ആരാ? അള്ളാഹു ഡയറക്റ്റ് ആയിട്ടാണ് മഖ്ലൂഖായ തീയിനോട് പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹു തആല ഡയറക്റ്റ് ആയി പറഞ്ഞ ആ വാക്കാണ് അടിമ തീയിനോട് പറയുന്നത്, പൊള്ളിയ ശരീരത്തോട് പറയുന്നത്. അത് വലിയ ഫലമുള്ളതല്ലേ. അതുകൊണ്ടാണ് ഇസ്മുൽ ആദം അടങ്ങുന്ന ഈ ആയത്തുകൾ ഓതി, ഈ സൂറത്തുകൾ ഓതിയാൽ അതിന് വലിയ മാറ്റമുണ്ട്. എന്നിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ഈ ആയത്ത് ഓതി കൊടുത്തപ്പോൾ, സൂറത്തുൽ ഹശ്ർ ഇങ്ങനെ ഓതി വന്ന ഒരാള് ലൗ അൻസൽനാ എന്നുള്ള ഭാഗം അങ്ങോട്ട് ഓതിയപ്പോൾ തങ്ങൾ പറഞ്ഞു, ലൗ യദക അലാ റഅസിക്, നിന്റെ കൈ എടുത്തിട്ട് തലയിൽ വെക്കണം. തങ്ങൾ ഓതി കൊടുക്കാൻ തലയിൽ വെക്കണം എന്നാണ്. അപ്പൊ തങ്ങൾക്ക് ഒരാളിങ്ങനെ ഓതി കേൾപ്പിച്ചു കൊടുക്കാണ് സൂറത്തുൽ ഹശ്ർ തുടക്കം മുതൽ സബ്ബഹ മുതൽ ഇങ്ങനെ ഓതിയിട്ട് എവിടെ എത്തി? ലൗ അൻസൽനാ എത്തിയപ്പോ തങ്ങൾ പറഞ്ഞു നിങ്ങളെ കൈ എടുത്തിട്ട് തലയിൽ വെക്കുന്നു, സ്വന്തം ഓതുനാളെ കൈ. എന്നിട്ട് പറഞ്ഞു ഫഇന്ന ജിബ്രീല അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം ലമ്മാ നസല ബിഹാ, ഈ ആയത്തുമായിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഖാലലി, എന്നോട് പറഞ്ഞു ലാ യദക അലാ റഅസിക്, ഞാൻ ജിബ്രീൽ ഇങ്ങനെ ഓതി കൊടുക്കുക. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ കൈ തലയിൽ വെക്കുന്നു. തലവേദനക്ക് മരുന്ന് കുടിച്ചാൽ ചിലപ്പം തീർന്നു വരില്ല, തൽക്കാലം മാറിയെന്ന് വരും. ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ അപ്പൊ നമ്മളെ വേറെന്തിനും ഉപയോഗിക്കാൻ വേണ്ടി വെച്ച കാശൊക്കെ അതിനാണ് പോകും. പിന്നെ ഇത് അല്ലാഹു തആലാന്റെ ഖുർആനിലെ ആയത്ത്, മുജറബ ആയത്ത്, പരമ്പരയായിട്ട് മഹാന്മാരൊക്കെ ഈ ആയത്ത് സൂറത്ത് ഓതിയിട്ട് അവിടെ അങ്ങോട്ട് എത്തുമ്പോൾ അവരോട് പറഞ്ഞു തലയെ കൈവെക്കും. തങ്ങളിൽ നിന്ന് ഈ ആയത്ത് പഠിച്ച സ്വഹാബി ഇപ്പുറത്തുള്ള താബിയോട്, താബി അടുത്ത താബിയോട്, ശിഷ്യന്മാരിങ്ങനെ പരമ്പര വന്ന് ബഹുമാനപ്പെട്ട ഇദ്രീസ് ബിൻ അബ്ദുൽ കരീമുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, വളരെ കൂടുതൽ കാലമൊന്നും ആയിട്ടില്ല, ഇമാം സുയൂത്തി തങ്ങളുടെ കാലത്തുള്ള മഹാനാണ്. ആ മഹാനുഭാവൻ അവിടുത്തെ ഉസ്താദുമാരെ പരമ്പര ഏതിലേക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്ന ആൾക്കാർ വരെ അവരൊക്കെ ഇങ്ങനെ കോർവയാക്കി പോന്നപ്പോ സൂറത്തുൽ ഹശ്റിന്റെ ഇജാസത്ത് വാങ്ങാൻ വേണ്ടി പോയപ്പോ ഈ ആയത്തങ്ങോട്ട് എത്തുമ്പോ ലൗ അൻസൽനാ എത്തുന്ന സമയത്ത് അവർ പറയും കൈതലയിലൊക്കെ. എന്നിട്ട് എന്താ അതിന് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞറിയോ? ഫഇന്നഹാ ശിഫാഉം മിൻ കുല്ലി ദാ ഇല്ല സഅം, എല്ലാ രോഗത്തിനും അത് ശിഫയാണ്, സഅം ഒഴികെ.
സഹാബത്ത് ചോദിച്ചു സഅം എന്താണ്? അൽ മൗത്ത്, മരണത്തിന് ശിഫല്ലല്ലോ. മരണം ഒഴികെ എല്ലാ രോഗത്തിനും മരുന്നാണ് സൂറത്തുൽ ഹശ്ർ. പ്രയോഗിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഇസ്മുൽ ആദം ഉണ്ടെന്നും ചോദിച്ചാൽ വലിയ ഉത്തരം കിട്ടുമെന്നും മഹാന്മാർ പഠിപ്പിച്ച ഈ സൂറത്തുൽ ഹശ്ർ നമ്മൾ ഓതാത്തവര് പതിവായി ഓതുകയും ഓതുന്നവര് അത് നിലനിർത്തുകയും വേണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി പറയാനുള്ള ഹദീസ് സുദീർഘമായ ഹദീസാണ്. ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ ലൗ അൻസൽന വരുന്നിടത്ത് നമുക്കത് പറയാം.